ശബരിമല സ്വർണ്ണക്കടത്തിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ചെന്ന രായി മുതലാളിയുടെ ചെവിക്കൽ കണ്ണേവാലയാക്കി വിട്ട് ഹൈക്കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CBI അന്വേഷണ ആവശ്യത്തിനെതിരെ ഹൈക്കോടതി. എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്നും അടുത്ത കാലത്തുള്ള 5 കേസിന്റെ നമ്പർ പറയാമോ എന്നും കോടതി. ഏത് കേസിലാണ് CBI മികച്ച രീതിയിൽ അന്വേഷണം നടത്തിയതെന്നും കോടതി ചോദിച്ചു. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരുടെ ഹർജിയിലാണ് കോടതിയുടെ ചോദ്യം. കേസിലെ പ്രധാന പ്രതികളെ രക്ഷപ്പെടുത്താൻ CBIക്ക് വിട്ടുതരൂ. തന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാന കള്ളന്മാർ ഞങ്ങളുടെ കുടുംബാംഗമാണ്. രക്ഷിച്ചെടുക്കാൻ വേറെ വഴിയില്ല. അതുകൊണ്ട് ആ അന്വേഷണം ഞങ്ങൾക്ക് കൈമാറിയാൽ ഒറിജിനൽ കള്ളന്മാരെ രക്ഷപ്പെടുത്തി ഏതെങ്കിലുമൊക്കെ ആൾക്കാരെ ബലിയാടാക്കാമെന്നുള്ളതാണ് ആ ഒരു ഹർജിയുടെ ഉദ്ദേശശുദ്ധി. ഹൈക്കോടതിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ യജമാനന്മാരായി നടക്കുന്ന CBIയിൽ അവിശ്വാസം പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള നിരീക്ഷണം കോടതി നടത്തിയിരിക്കുന്നത്. CBI ഈ അടുത്ത കാലത്ത് അന്വേഷണം കൊണ്ട് തെളിയിച്ചൊരു 5 കേസുകളെ കുറിച്ച് പറയാൻ രായി മുതലാളിയോട് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ബബ്ബ ഞഞ്ഞ ഒടുവിൽ തലയും ചൊറിഞ്ഞ് നിൽക്കുമ്പോൾ കോടതി പറഞ്ഞു, ഇറങ്ങു വെളിയിൽ, പോ കണ്ണിന്റെ മുമ്പെന്ന് പോ എന്ന രീതിയിൽ കോടതിയിൽ നിന്ന് ഇറക്കി വിടുക കൂടി ചെയ്തു. ഒപ്പം ഹർജി 4 ആയിട്ട് വലിച്ചു കീറി തലയിൽ കൂടെ ഇട്ടുകൊടുത്തതിന് ശേഷമാണ് ഇറക്കി വിട്ടത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ചില താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കൊണ്ടുവരാനായിട്ടായിരുന്നു ഉദ്ദേശം. പക്ഷേ ഹൈക്കോടതികൾക്ക് വരെ ആ ഏജൻസികളുടെ അന്വേഷണ മികവിനെ കുറിച്ച് വലിയ സംശയമുണ്ടായിരിക്കുന്നു. കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ നേരത്തെ CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ ഇങ്ങനെ ഒരടി രാജീവ് ചന്ദ്രശേഖറിന് കിട്ടുമ്പോൾ അതിന്റെ ഒരു വിഹിതം കോൺഗ്രസിന് കൂടി അവകാശപ്പെട്ടതാണ്. നേരത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസിയായിട്ടുള്ള ED ഇതേ കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക റെയ്ഡ് നടത്തിയിരുന്നു. മുഖ്യപ്രതിയായിട്ടുള്ള തന്ത്രിയുടെ വീടൊഴികെ കേസുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ളവരുടെ വീടുകളിലെല്ലാം റെയ്ഡ്. അതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാക്കാം? ചില പ്രത്യേക താല്പര്യങ്ങളുണ്ട്. ചിലരെ രക്ഷിച്ചെടുക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിനെന്ത് വേണം? ഞങ്ങളുടെ അന്വേഷണ ഏജൻസി വേണം. എന്നാൽ മാത്രമേ ഇതുവരെ രാജ്യത്ത് ഒരൊറ്റ കേസുകൾ പോലും തെളിയിക്കാതെ കൺവിക്ഷൻ റേറ്റ് വളരെ മോശമായിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസി രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി അവർ നിർദ്ദേശിക്കുന്ന ഇടങ്ങളിൽ പോയി വെറുതെ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി കോപ്രായങ്ങൾ നടത്തുന്നവരാണ് CBI എന്ന് കോടതികൾ വരെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിരീക്ഷണം ആ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്.